കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം. ഞാൻ മുരളി ബമ്മണു. കാവ്യരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമാൻ എ.ബി. രഘുനാഥൻ നായർ സാർ തയ്യാറാക്കിയ ജഗദ്രാവണനായ പ്രതാപലങ്കേശൻ ഭാഗം 2. ബ്രഹ്മപുത്രനായ പുലസ്ത്യൻ്റെ പൗത്രനായ രാവണൻ എങ്ങനെ രാക്ഷസനായി എന്ന് സന്ദേഹം തോന്നാവുന്നതാണ്. ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചവരാണ് രാക്ഷസന്മാർ എന്നാണല്ലോ നിലവിലുള്ള സങ്കല്പം. ദക്ഷപുത്രിയായ ഖശയിൽ കശ്യപ പ്രജാപതിക്ക് ജനിച്ചവരാണ് രാക്ഷസന്മാർ എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. രണ്ടായാലും ബ്രഹ്മപൈതൃകം അവകാശപ്പെടാമെന്നുള്ളതിൽ തർക്കമില്ല. കാരണം ദക്ഷൻ ബ്രഹ്മാവിൻ്റെ വലങ്കയ്യിലെ പെരുവിരലിൽ നിന്നാണ് ജനിച്ചത്. രാക്ഷസധർമ്മങ്ങളെന്ന് പറയപ്പെടുന്ന 4 കർമ്മങ്ങൾ ചെയ്യാൻ മടിക്കാത്തത് കൊണ്ട് അവരെ രാക്ഷസന്മാരെന്ന് വിളിക്കുന്നു എന്നാണ് വ്യാഖ്യാനം. പരനാരീസ്പർശനം, പരദ്രവ്യമോഹം, വേദാഭ്യാസം, ശിവഭക്തി ഇവ 4മാണ് രാക്ഷസധർമ്മ ചതുഷ്ടയം എന്നറിയപ്പെടുന്നത്. ദശാസ്യൻ ഈ 4 ധർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ദശാസ്യൻ ശിവഭക്തനാണെന്നതിന് ശിവനിൽ നിന്ന് ചന്ദ്രഹാസം നേടിയ വസ്തുത മാത്രം മതി തെളിവായിട്ട്. വേദവിജ്ഞാനത്തിൽ രാവണൻ അഗ്രഗണ്യനുമാണ്. പരദ്രവ്യമോഹം തുടങ്ങുന്നതാകട്ടെ കുബേരനിൽ നിന്ന് പുഷ്പക വിമാനം തട്ടിയെടുക്കുന്നതിൽ തുടങ്ങും. പരസ്ത്രീ സ്പർശനത്തിൽ ദശാസ്യൻ വാങ്ങിക്കൂട്ടിയ ശാപങ്ങൾക്കാകട്ടെ കയ്യും കണക്കുമില്ലാതാനും. കയ്യൂക്കും മനക്കരുത്തും. ദശാസ്യൻ്റെ ധീരവും കൗശലപൂർവവുമായ സാഹസങ്ങളിൽ ആദ്യത്തേത് ജ്യേഷ്ഠനായ വൈശ്രവണനിൽ നിന്ന് ആദ്യം ലങ്കയും പിന്നാലെ പുഷ്പക വിമാനവും പിടിച്ചെടുക്കുന്നതാണ്. ഇവ രണ്ടും രാവണൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. വൈശ്രവണൻ്റെ അഭിജാത പദവിയിൽ അസൂയ പൂണ്ട കൈകസിയുടെ പ്രേരണയാലാണ് രാവണൻ കുബേരനിൽ നിന്ന് പുഷ്പകം തട്ടിയെടുക്കുന്നത്. പിതാവായ വിശ്രവസിനെ കാണാൻ വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ വരുന്നത് കാണാനിടയാകുന്ന കൈകസി വിശ്രവസിൻ്റെ ചോരയിൽ പിറന്ന തൻ്റെ മകൻ ഈ ഭാഗ്യമില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടു. അവർ രാവണനോട് പറഞ്ഞു, ഉജ്ജ്വല കാന്തിയെഴുന്ന വൈശ്രവണൻ നിന്റെ സഹോദരനാണ്. അവന് പുഷ്പക വിമാനമുണ്ട്, മഹാപരാക്രമിയുമാണ്. നീയും വൈശ്രവണനെപ്പോലെയാവാൻ ശ്രമിക്കണം. അമ്മയെ സാക്ഷി നിർത്തി രാവണൻ ശപഥം ചെയ്തു. ഓജസ്സുകൊണ്ട് ഞാൻ അഗ്രജന തുല്യനോ അതിനു മേലെയോ ആയി വരും. തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങാൻ രാവണൻ പോകുന്നത് കുംഭകർണനെയും വിഭീഷണനെയും ഒപ്പം കൂട്ടിക്കൊണ്ടാണ്. പഞ്ചാഗ്നി മധ്യത്തിൽ ഘോരവും അതികഠിനവുമായ തപസ്സാണ് രാവണൻ അനുഷ്ഠിച്ചത്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാതിരുന്നതിനാൽ ദശകണ്ഠൻ ഒരു തല സ്വയം വെട്ടി അഗ്നിയിൽ ഹോമിച്ചു. ഓരോന്നോരോന്നായി 9 തലവെട്ടിയിട്ടും ബ്രഹ്മാവ് കനിഞ്ഞില്ല. ക്ഷുഭിതനായ രാവണൻ 10ാമത്തെ തലയും വെട്ടാൻ വാളുയർത്തവേ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ പറയുന്നു. ഏതൊരു ജീവിക്കും മരണത്തെയാണ് ഭയം. അതിനാൽ തനിക്ക് അമരത്വം വേണമെന്നായിരുന്നു രാവണൻ്റെ ആവശ്യം. സർവാമരത്വം അസംഭവ്യമാണെന്ന് ബ്രഹ്മാവ് അറിയിക്കുമ്പോൾ മനുഷ്യരാലല്ലാതെ മരണം സംഭവിക്കില്ലെന്ന് വരം വാങ്ങി. സംപ്രീതനായ ബ്രഹ്മാവ് രാവണൻ്റെ ഹോമിക്കപ്പെട്ട ശിരസ്സുകൾ പൂർവാവസ്ഥയിലാക്കി കൊടുക്കാൻ മറന്നില്ല. ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഇച്ഛിക്കുന്ന രൂപം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് അനുഗ്രഹിക്കുകകൂടി ചെയ്തിട്ടാണ് ബ്രഹ്മാവ് മടങ്ങുന്നത്. സീതാപഹരണത്തിനായി സന്യാസി വേഷം കൈക്കൊള്ളാൻ രാവണനെ സഹായിച്ചത് ഈ വരബലമാണ്. രാവണനിൽ കൈകസി കൊളുത്തിക്കൊടുത്ത അധികാരമോഹം ആളിക്കത്തിക്കുന്നത് മുത്തച്ഛനാണ്. വിഷ്ണുവിനെ ഭയന്ന് വീടും ലങ്കയും ഉപേക്ഷിച്ച് പാതാളത്തിൽ പോയി പാർപ്പുറപ്പിച്ചതാണ് സുമാലി. ദൗഹിത്രൻ വരങ്ങൾ വാങ്ങി ശക്തനായെന്നറിയുന്നതോടെ വൈശ്രവണൻ കൈയടക്കി വച്ചിരിക്കുന്ന ലങ്ക പിടിച്ചെടുത്ത് പണ്ട് രാക്ഷസന്മാർ ഭരിച്ചിരുന്ന രാജ്യത്തേക്ക് അവരെ മടക്കിക്കൊണ്ടുവന്ന് രാക്ഷസേശ്വരനായി രാജ്യം ഭരിക്കണമെന്ന് സുമാലി ഉപദേശിക്കുന്നു. എന്നാൽ വൈശ്രവണൻ തനിക്ക് ജ്യേഷ്ഠൻ മാത്രമല്ല ഗുരുവുമാണെന്നായിരുന്നു രാവണൻ്റെ നിലപാട്. പ്രഹസ്തൻ മുഖേന രാവണൻ്റെ മനസ്സു മാറ്റാൻ സുമാലി ശ്രമിക്കുന്നു. രാക്ഷസകുലത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ഈ നടപടി ആവശ്യമാണെന്ന
പ്രഹസ്തൻ്റെ ഉപദേശം കൂടി ആയതോടെ രാക്ഷസ വംശത്തിന് വേണ്ടി അത് ചെയ്യേണ്ടത് തൻ്റെ കടമയാണെന്ന് രാവണന് ബോധ്യമായി. എന്നാൽ ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്ത് ലങ്ക പിടിച്ചടക്കാനല്ല രാവണൻ ശ്രമിച്ചത്. പകരം കുബേരൻ്റെ അടുത്തേക്ക് ദൂതനെ അയച്ച് ലങ്ക തനിക്ക് വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അനുജൻ്റെ അഭ്യർത്ഥനയോട് ജ്യേഷ്ഠൻ അനുകൂലമായി പ്രതികരിച്ചപ്പോൾ രാവണൻ നിശാചരേശ്വരനായി അഭിഷിക്തനായി. ലങ്ക വിട്ടൊഴിയേണ്ടി വന്ന സാഹചര്യം കുബേരൻ വിശ്രവസിനെ അറിയിക്കുമ്പോൾ കലഹമൊഴിവാക്കിയത് ഉചിതമായെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കൈലാസത്തിൽ ചെന്ന് പാർക്കാൻ മകനെ വിശ്രവസ് ഉപദേശിക്കുകയും ചെയ്തു. പിന്നീട് അധികാരപ്രമത്തത രാവണനെ കീഴടക്കി. പ്രതാപൈശ്വര്യങ്ങൾ വർദ്ധിച്ചതിനൊപ്പം രാവണനിൽ അധികാരഭ്രമവും ആർഭാട ജീവിതത്തോടുള്ള ആസക്തിയും വർദ്ധിക്കുകയാണ് ചെയ്തത്. കയ്യൂക്കും കൈത്തരിപ്പും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. വിചാരിച്ചാൽ ലോകത്തെ തന്നെ കീഴ്പ്പെടുത്താമെന്ന മട്ടിൽ അഹങ്കാരവും വളർന്നുകൊണ്ടിരുന്നു. കുബേരനിൽ നിന്ന് പുഷ്പക വിമാനം കൂടി കൈവശപ്പെടുത്തിയാൽ ലോകം അനായാസം കാൽക്കീഴിലാക്കാം. നേരെ പുറപ്പെട്ടു കൈലാസത്തിലേക്ക്. ചെറുത്തു നിൽക്കാനുള്ള ശ്രമം കുബേരപക്ഷത്തു നിന്നുണ്ടായെങ്കിലും രാവണനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിയാ ഞാൻ ആരെയും തൃണവത് എന്ന ചിന്താഗതിക്കാരന് അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. പുഷ്പക വിമാനം കൈവശപ്പെടുത്തി വിജയോന്മത്തനായി യാത്ര തുടരുമ്പോൾ പക്ഷേ തടസ്സമുണ്ടാകുന്നു. പുഷ്പകം ചലിക്കാതെ ഉറച്ചുപോയി. ശിവന്റെ ഭൂതഗണങ്ങളിലെ പ്രധാനിയായ നന്ദികേശൻ തടഞ്ഞതാണ് അതിന് കാരണം. നന്ദികേശനുമായൊരു ഏറ്റുമുട്ടൽ അനിവാര്യമായി. രാവണൻ നന്ദികേശനെ വാനരമുഖൻ എന്ന് ആക്ഷേപിച്ചു. രാവണനെ നിഗ്രഹിക്കാനുള്ള ശക്തിയുണ്ടെങ്കിലും സ്വകർമ്മം കൊണ്ട് തന്നെ ഹതനായിരിക്കുന്ന രാവണൻ്റെ അന്തകന്മാരായി വാനരന്മാർ വരുമെന്ന മുന്നറിയിപ്പ് നൽകി നന്ദി ലങ്കേശനെ പോകാൻ അനുവദിക്കുന്നു. പക്ഷേ തന്നെ തടഞ്ഞ നന്ദിയെ ഒരു പാഠം പഠിപ്പിക്കാതെ വിടാൻ രാവണൻ്റെ അഹന്ത അനുവദിക്കുന്നില്ല. കൈലാസശിഖരം പിഴുതെടുത്ത് നന്ദിയെ പ്രഹരിക്കാനായി അയാളുടെ ശ്രമം. ഇതു കണ്ട ശിവൻ കാലിലെ പെരുവിരൽ കൊണ്ട് കൈലാസത്തിൽ ഒന്നമർത്തി. കൈകൾ കൈലാസത്തിനടിയിൽ ഞെരിഞ്ഞമർന്ന് വേദന കൊണ്ട് രാവണൻ ഘോരമായി അലറി വിളിച്ചു. രാവണൻ കൈലാസപതിയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് ശിവതാണ്ഡവ സ്തോത്രം ചൊല്ലി. ജടാകടാഹ സംഭ്രമഭ്രമന്യലിംബ നിർജരീ വിലോലവീചി വല്ലരീ വിരാജമാനമൂർധനീ ദഗദ്ധഗദ്ധഗജ്ജലല്ലടപട്ടപാവകേ കിശോരചന്ദ്രശേഖരേ രതിപ്രദക്ഷിണം മമ. ഇത് കേട്ട് ചന്ദ്രശേഖരൻ്റെ മനസ്സലിഞ്ഞു. ദശാനനൻ്റെ ശക്തിയിലും ഭക്തിയിലും സംപ്രീതനായ കൈലാസനാഥൻ രവം കൊണ്ട് മുപ്പാരും വിറപ്പിച്ചതിനാൽ ഇന്നു മുതൽ നീ രാവണൻ എന്ന പേരിൽ അനശ്വരനായി കീർത്തി നേടും എന്ന് അനുഗ്രഹിച്ചു. അന്നു മുതൽക്കാണ് ദശാസ്യൻ രാവണനായത്. മഹേശ്വരനാൽ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ചന്ദ്രഹാസമെന്ന വാൾ നേടുകയും ചെയ്തു അവിടെ വെച്ച്. അടുത്ത ഒരു ഖണ്ഡത്തിൽ ബാക്കി ഭാഗം വിശദീകരിക്കാം. നമസ്തേ.